Once again, welcome to my video blog, Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഓൺലൈൻ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ ഡോക്ടർമാർക്ക് ഒരു 8ന്റെ പണിയായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ്. അപ്പോൾ അതെന്താണ് ഏതാണ് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതായത് നമുക്കറിയാം യൂട്യൂബ് ചാനൽ ഇപ്പം തുറന്നു കഴിഞ്ഞാൽ മിക്ക ഡോക്ടർമാരും ഇപ്പോൾ യൂട്യൂബേഴ്സായിട്ട് വന്ന് അവർ നല്ലതും പറയുന്നുണ്ട്, ഫേക്കായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ അറിയാം, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഫ്താഫോർട്ട് കഴിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട് ചില ആയുർവേദ ഡോക്ടേഴ്സ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ വരും. അങ്ങനെ വരുമ്പം അവരൊരു കഴുത്തിലൊരു സ്റ്റെത്ത് വയ്ക്കും, കോട്ടും ഇടും. അതായത് ഡോക്ടേഴ്സ് കോട്ട് ഇട്ടിട്ട് അതിൽ ജെനുവിനാണോ ഫേക്കാണോ എന്നോ അറിയില്ല. പക്ഷെ ആൾക്കാരത് മിസ്ലീഡിങ് കണ്ടൻസ് ഇപ്പം നമുക്ക് എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം പറഞ്ഞിട്ടുള്ള കുറേ പേജൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ. അവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാണ് ഫേക്കായിട്ട്. അത് കഴിക്കരുത്, അത് അവരുടെ ചാനൽ കണ്ടവർ ഒരു ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ വരുമ്പം ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണോ ഒറിജിനൽ ആണോ ഒക്കെയുള്ള സംശയങ്ങളാണ് ജനങ്ങൾക്ക്. അപ്പം നമ്മുടെ കേരള ആരോഗ്യ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് ഡോക്ടർമാർ MBBS ആയാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യരുത്, പോസ്റ്റുകൾ ചെയ്യരുത്, ആ മരുന്ന് കഴിക്കരുത്, ആ മരുന്ന് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ആ മരുന്ന് ഇങ്ങനെ നല്ലതാണ്, ചില മരുന്ന് തേച്ചാൽ നിങ്ങൾ വെളുക്കും, ചില ക്രീം തേച്ചാൽ കറക്കും. ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ക്വാളിഫിക്കേഷനോ ഡീറ്റെയിൽസോ വെച്ചിട്ട് വീഡിയോ ചെയ്യരുത്. നിങ്ങളുടെ മെഡിക്കൽ ഡിഗ്രി വരെ ഡിബാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് മുറിവൈദ്യൻ ആളെ കൊല്ലും. ഇപ്പോൾ ഒരു ക്രീം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. ഓരോ സ്കിന്നിനും ഓരോ ക്രീമാണ്. ഫോർ എക്സാമ്പിൾ പറയാണ്. അപ്പം അത് അലർജിക് ടെസ്റ്റ് അതൊക്കെ നോക്കിയിട്ട് തേക്കാൻ പറ്റില്ല. യൂട്യൂബിൽ ഇന്ന ഡോക്ടർ പറഞ്ഞിട്ട് തേക്കാന്ന് പറഞ്ഞിട്ട് തേച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് പണി കിട്ടും. അതേപോലെ തന്നെ പല മരുന്നുകളും ഈ ലാസ്റ്റ് വന്ന മെഫനാമിനിക് ആസിഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിനെതിരെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഡോക്ടർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കോട്ടൊക്കെ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്, നെറ്റ്വർക്ക് എഞ്ചിനീയറാണ്, സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മളും ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ടൂൾസ് ഉണ്ട്, ക്രിമ്മിങ് ടൂൾ ഉണ്ട്, നെറ്റ്വർക്കിംഗ് ഉണ്ട്. ഇതൊക്കെ പിടിച്ചിട്ടാണോ കയ്യിൽ വെച്ചിട്ടാണോ നമ്മൾ വീഡിയോ ചെയ്യുന്നത്? സോ അവർ ജെനുവിനാണോ എന്ന് സംശയം ജനങ്ങൾക്ക് ഉണ്ടോ എന്ന് തോന്നുന്നതുകൊണ്ടാണ് അവരെ യൂണിഫോമിൽ വരുന്നത്. അപ്പം അങ്ങനെ ഇനി വരാൻ പാടില്ല എന്ന് നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കും. കാരണം ഫേക്ക് ന്യൂസസ് പല ഡയറ്റുകൾ തന്നെ ചെയ്യണത് ശരിക്കും ഒരു ഡോക്ടറെ സൂപ്പർവിഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇവർ പറഞ്ഞ് ചെയ്തിട്ട് പലവരും അങ്ങേ ലോകത്ത് എത്തിപ്പോയി. ഇതൊക്കെ തന്നെയാണ് ഈ മുറിവൈദ്യൻ ആളെ കൊല്ലുന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊരു പണി തന്നെയാണിത്. ഈ ഒരു നിയമം കേരള സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് കൊണ്ടുവന്നത് നല്ലതാണോ ചീത്തയാണോ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.